സങ്കീർത്തനം മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ച്, സ്തുതിക്കുന്നതിനെ കുറിച്ചാണ്. കപ്പുകളാലും മതങ്ങളാലും കർത്താവിനെ സ്തുതിക്കുകയും, ഇമ്പമുള്ള തന്ത്രികളാലും കർത്താവിനെ സ്തുതിക്കുകയും, ആരവം കൊണ്ട് ആട്ടുപടികളും കർത്താവിനെ സ്തുതിക്കുകയും. പൂർണ്ണമായി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ഭാഗത്തിലെ ബുദ്ധിമുട്ടുകൾ മാറിപ്പോൾ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, മനസ്സിന് നിരാശ സംബന്ധിച്ച് പ്രാർത്ഥിച്ച്, അധ്വാനിക്കുന്നതിന്റെ ഫലം നേടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ശ്രദ്ധയോട് എല്ലാവരും വിളിക്കട്ടെ. അത്ഭുതകരമായ നാമം, യേശുക്രിസ്തുവിന്റെ നാമം, വിടുതൽ നൽകുന്ന നാമം, സുഖം പ്രാപിക്കുന്ന നാമം ഒരുമിച്ച് വിളിക്കട്ടെ. എല്ലാവരും ചേർന്ന് യേശുവേ. രോഗപീഠകൾ, നിരന്തരം നമ്മളെ അലട്ടുന്ന രോഗപീഠകൾ ഈശോയെ നിങ്ങളുടെ കാൽവരിയിലെ കുരിശിന്റെ ചുവട്ടിലേക്ക് നിങ്ങൾ സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ആഗ്രഹത്തോടെ പാടാം. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും. വിശുദ്ധ കുമ്പസാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു ആമുഖമാണ് നമ്മൾ സംസാരിച്ചത്. വിശുദ്ധ കുമ്പസാരത്തിന്റെ പ്രാധാന്യത്തിന്റെ ഒരു ആമുഖത്തെ കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുന്ന ഒന്ന് തന്നെയാണ്. ആ വീടിന്റെ കോണയിൽ ചാരി നിന്ന് പുള്ളിക്കാരൻ തോർത്തോട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്നെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എല്ലാ സഹനത്തിന്റെയും അപ്പുറത്ത് ഒരു സ്വർഗമുള്ളത് കൊണ്ടാച്ചാ ഞാൻ ഇയാളെ നോക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ സഹനത്തിന്റെയും അപ്പുറത്തൊരു സ്വർഗമുണ്ടെന്നൊരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇയാളെ നോക്കുന്നത്. ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഈ ലോകമോഹങ്ങളെ ഈ ലോകവിജ്ഞാനത്തെ എല്ലാത്തിനും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകമോഹങ്ങളെ ഈ ലോകവിജ്ഞാനത്തെ ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു. ആവായെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ആവായെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ആവായെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്റെ പാപങ്ങളെ ഈശോ ഏറ്റെടുക്കുക. എന്റെ ജീവിതത്തെ മുഴുവൻ കർത്താവ് ഏറ്റെടുക്കുന്ന സമയമാണ്. നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, താല്പര്യത്തോടെ പ്രാർത്ഥിക്കാം. ഒത്തിരി സ്നേഹത്തോടെയും ഉത്സാഹത്തോടെ നമുക്ക് ഈ ബലിയിൽ പങ്കെടുക്കാം. കാരണം ഇത് കർത്താവിൻ്റെ ജീവനുള്ള ബലിയാണ്. ഈശോ ഈ ബലിയിലൂടെ എൻ്റെ ജീവിതത്തെ തൊടും, എൻ്റെ ജീവിതത്തെ കാണും, എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. ആ ഒരു വലിയ വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി.
വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവനെ ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് വെട്ടിക്കളയുക. ഇരു കൈകളുമുള്ളവനായി നരകത്തിലെ കടാത്ത അഗ്നിയിൽ നിബന്ധിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായ ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ പാദം നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് മുറിച്ചു കളയുക. രണ്ടു പാദങ്ങളുമുള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായ ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക. ഇരു കണ്ണുകളുമുള്ളവനായി നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീകടുന്നില്ല. കാരണം എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. ഉപ്പ് നല്ലതാണ്, എന്നാൽ ഉറകെട്ടുപോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറകൂട്ടും? നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ, പരസ്പരം സമാധാനത്തിൽ വർത്തിക്കുകയും ചെയ്യുവിൻ. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വിരവോടു നമ്മിൽ സ്പർശിച്ചു. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാ അഖിലർക്കും ദൈവം കനിവാരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും